ഫ്രണ്ട്സ്, എൻ്റെ സൈക്കോ ഗെയിമർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഇത്തവണ ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു എഡിറ്റിംഗ് വീഡിയോ ആണ്. സാധാരണ ഞാൻ ഗെയിം പ്ലേ വീഡിയോസൊക്കെയാണ് അപ്ലോഡ് ചെയ്യാറുള്ളത്. അപ്പം ഇത്തവണത്തെ ഈ എഡിറ്റിംഗ് വീഡിയോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, എല്ലാ യൂട്യൂബേഴ്സും അവരുടെ വീഡിയോയിൽ അവരുടെ ചാനലിൻ്റെ ലോഗോ അല്ലെങ്കിൽ വാട്ടർമാർക്ക്, അതുമായിട്ട് ബന്ധപ്പെട്ട വാട്ടർമാർക്കായിരിക്കും ആഡ് ചെയ്യാറുള്ളൂ. സോ ഞാൻ ഇന്ന് ആ സ്ഥലത്ത് അല്ലെങ്കിൽ ആ സ്ഥാനത്ത് ഒരു വീഡിയോ ആണ് ആഡ് ചെയ്യാൻ പോകുന്നത്, അതായത് ഒരു ലോഗോ വീഡിയോ. അപ്പോൾ ഞാൻ പറഞ്ഞ കുളമാക്കുന്നതിന് മുമ്പ് നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ ലെഫ്റ്റ് ബോട്ടം സൈഡിലായിട്ട് സാധാരണഗതിയിൽ ലോഗോയോ അല്ലെങ്കിൽ വാട്ടർമാർക്കോ ആണ് ചെയ്യാറുള്ളത്. പക്ഷെ ഞാൻ അവിടെ ഒരു വീഡിയോ ആണ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ എങ്ങനെ ചെയ്തു എന്നുള്ളതാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. അതിന് തൊട്ട് മുമ്പായിട്ട് ഞാനൊരു ചാനലിനെ പരിചയപ്പെടുത്താം. WEBSTUDIO എന്ന് പറയുന്ന ചാനൽ. ഓക്കെ, ഈ ചാനലിൽ നിന്നാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ഉണ്ടാക്കാമെന്നുള്ളൊരു തോട്ടിലേക്ക് എത്തുന്നത്. അതായത് ഇവരുടെ തന്നെ OpenShot വീഡിയോ ടെക്സ്റ്റ് എഫക്റ്റ്, വീഡിയോ ഇൻസൈഡ് ദ ടെക്സ്റ്റ് എന്ന് പറയുന്ന ഈ 14ാമത്തെ വീഡിയോ ട്യൂട്ടോറിയൽ ഇത് കണ്ടതിന് ശേഷമാണ് ഞാൻ ഒരു ലോഗോയുടെ സ്ഥാനത്തൊരു വീഡിയോ ചെയ്യാം എന്ന് തോന്നുന്നതും ഞാൻ പിന്നെ അതിനെക്കുറിച്ച് ചെയ്ത് നോക്കിയതും സക്സസ് ആവുന്നത്. സോ I have to thank to the WEBSTUDIO about for the lot of amazing videos about the OpenShot videos and other editing softwares. സോ നിങ്ങൾക്ക് എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിനെ കുറിച്ച് പഠിക്കാനോ അല്ലെങ്കിൽ ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിനെ കുറിച്ച് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇതിലെ വീഡിയോസ് കാണുക. ഇറ്റ്സ് റിയലി ഹെൽപ്ഫുൾ. ഓക്കെ, അപ്പോൾ നമുക്കിനി പ്രോസസ് വീഡിയോയിലോട്ട് പോകാം. ഫോട്ടോഷോപ്പാണ് ഞാൻ ഇതിനായിട്ട് ഉപയോഗിക്കാൻ പോകുന്നത്. ഫോട്ടോഷോപ്പും OpenShot എന്ന് പറയുന്ന വീഡിയോ എഡിറ്ററും. സോ ഓക്കെ, ഫയൽ ഓപ്ഷൻ ഓപ്പൺ ചെയ്യുക, ന്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക, പ്രീസെറ്റിൽ കസ്റ്റം മാറ്റിയിട്ട് ഇൻ്റർനാഷണൽ പേപ്പർ എടുക്കുക, അതിൽ A4 ആണ്. ഓക്കെ, അപ്പോൾ എനിക്ക് A4നെ വൈഡായിട്ടാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ വിത്തിൻ്റെ വാല്യൂ ഹൈറ്റിന് കൊടുക്കുകയാണ് 10 ആൻഡ് ഹൈറ്റിൻ്റെ വാല്യൂ വിത്തിന് 97. ഓക്കെ, ഇപ്പോൾ വൈറ്റായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനൊന്ന് ബ്ലാക്ക് ആക്കാം. ഓക്കെ, ബ്ലാക്ക് ആക്കി ഒരു പുതിയ ലെയർ ഓപ്പൺ ചെയ്തു. അതിന് നമുക്ക് ഗ്രീൻ ആക്കണം. ഓക്കെ, ഗ്രീൻ ആക്കി വീണ്ടും ഒരു പുതിയ ലെയർ ഓപ്പൺ ചെയ്തു. ഇനി നമുക്കിതിൽ ടെക്സ്റ്റ് ആഡ് ചെയ്യണം, അതായത് സൈക്കോ ഗെയിമർ എന്നുള്ള ടെക്സ്റ്റ്. ഓക്കെ, സൈക്കോ ഗെയിമർ. നമുക്കിതിനെ സ്കെയിൽ ചെയ്യണം, മാക്സിമം സൈസിലാക്കണം. അതായത്
ഓക്കെ, നേരെ സെൻറ്ററിൽ കൊണ്ടുവരിക. ഓക്കെ, നമ്മളിത് സ്കെയിൽ ചെയ്ത് സെൻട്രലായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. മാക്സിമം വലുതാക്കി അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി നമുക്കിതിനെ ലെയർ ആക്കണം. ഇപ്പോൾ ഇത് ടെസ്റ്റ് ലെയർ ആയിട്ടാണ് നടക്കുന്നത്, അല്ലാതെ ഒരു നോർമൽ ലെയർ ആക്കണം. അപ്പോൾ അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ലെയർ ആക്കി. ഓക്കെ, ഇനി നമുക്ക് ഇത് രണ്ടും തമ്മിലൊന്ന് മെർജ് ചെയ്യണം. മെർജ് ചെയ്യിച്ചു. ഓക്കെ, ഇനി സെലക്ട് ഓപ്ഷനിൽ വന്നിട്ട് കളർ റേഞ്ച് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് സാമ്പിൾഡ് കളേഴ്സിൻ്റെ അവിടെ നിന്ന് റെഡ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഓക്കെ കൊടുക്കുക. അപ്പം ഇപ്പം നമ്മുടെ ഈ ലെയറിലുള്ള റെഡ്, അതായത് ലെറ്ററിലുള്ള ഈ റെഡ് കളർ സെലക്ട് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതിനെ നമുക്ക് ഡിലീറ്റ് ചെയ്യണം. നമ്മൾ ഡിലീറ്റ് ചെയ്തു. ഓക്കെ, അപ്പം ഒന്ന് നോക്കുക. കാര്യം റെഡിൻ്റെ പുറകിലുള്ള ലെയർ ഞാൻ വിസിബിലിറ്റി മാറ്റിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ പുറകിൽ ട്രാൻസ്പെറൻസി ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ട്രാൻസ്പെറൻസിയിൽ വേണം ഇതിനെ സേവ് ചെയ്തെടുക്കാനായിട്ട്. ഞാൻ ബ്ലാക്ക് കളറിലുള്ള ലെയറിനെ വിസിബിലിറ്റി മാറ്റിയേക്കുവാണ്. അപ്പോൾ ഇനി ഗ്രീൻ ആയിട്ടുള്ള ഈ ലെയറിനെയാണ് നമ്മൾ സേവ് ചെയ്യുന്നത്. സേവ് ചെയ്യുമ്പോഴത്തേക്കും ഒന്നുമില്ല. ഓക്കെ, ഞാനിത് ഓൾറെഡി സേവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് വീണ്ടും സേവ് ചെയ്യുന്നില്ല. അപ്പോൾ ഞങ്ങൾ ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടത് ഓപ്പൺ ഷോട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ ഓപ്പൺ ഷോട്ടിലോട്ട് പോകാം. ഓക്കെ, ഓപ്പൺ ഷോട്ടിൽ ഞാൻ ഓൾറെഡി സേവ് ചെയ്ത ടെക്സ്റ്റ് PNG ഇതാ ഇവിടുത്തെ ഉണ്ട്. ഓൾറെഡി ഇതൊരു ഇമേജാണ്. ഓക്കെ, ഞാനിതിന് പേര് ടെസ്റ്റ് ഒന്ന് ഇട്ടേക്കുന്നേ ഉള്ളൂ. ഇമേജാണ്. അപ്പോൾ നമുക്ക് ഈ ഇമേജ് വെച്ചിട്ട് വേണം നമുക്കൊരു വീഡിയോ ചെയ്യാനായിട്ട്. അപ്പോൾ ഈ അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നമുക്കൊന്ന് ഡിലീറ്റ് ചെയ്യാം. ഇമേജിന് ഞാനിവിടെ ഡ്രാഗ് ചെയ്തിട്ടുണ്ട്. പ്ലേ ചെയ്ത് കാണിച്ചാൽ വേറെ വീഡിയോസ് ഒന്നും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല, ഉള്ള ഇമേജ് മാത്രമാണ്. ഓക്കെ, ഇനി നമുക്കിതൊന്ന് സ്കെയിൽ ചെയ്യണം. അപ്പം സ്കെയിൽ ചെയ്യാനായിട്ട് ഇതിൻ്റെ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇതിലോട്ടാണ് വരുന്നത്. മാനുവലിയും ചെയ്യാം. സ്കെയിലിംഗ് ഓപ്ഷൻ മാനുവലിയാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സ്കെയിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പം സ്ക്രീൻ ഫുള്ളായിട്ട് നിൽപ്പുണ്ട്, ഗ്രീൻ ലെയർ. ഇത് മാനുവലിയും ചെയ്യാം, അല്ലാതെ നമുക്കിതാ സ്കെയിൽ ഓപ്ഷൻ ഇവിടെയുണ്ട്. ഇവിടെയും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ പുറകിലായിട്ടൊരു വീഡിയോ ഇടണം. ഞാനത് തേർഡ് ട്രാക്കിലോട്ട് കൊണ്ടുവന്നു. അപ്പോൾ സെക്കൻഡ് ട്രാക്കിലായിരിക്കും ഞാൻ വീഡിയോ ഇടാൻ പോകുന്നത്. അപ്പോൾ ഞാൻ വീഡിയോ ആഡ് ചെയ്യുകയാണ്. ഓക്കെ, വീഡിയോ ഈ ടെക്സ്റ്റ് എന്ന് പറയുന്ന ഈ ലെയറിന് അല്ലെങ്കിൽ ഈ ഇമേജ് ഫയലിന് ഇതിൻ്റെ ടൈം എന്ന് പറയുന്നത് 10 സെക്കൻഡ്സാണ്. അപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന ഈ വീഡിയോയുടെ സൈസ് എന്ന് പറയുന്നത് ടൈം എന്ന് പറയുന്നത് 19 സെക്കൻഡ്സാണ്. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അത് കണ്ടോ, ടെക്സ്റ്റിൻ്റെ അകത്ത് ഈ തീ പടർന്നു പോകുന്ന ഈ വീഡിയോ പ്ലേ ആവുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗം തൊട്ടാണ് വേണ്ടത്. അതായത് ഈ വീഡിയോയുടെ ഈ ഫ്ലെയിം സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗം തൊട്ടാണ് നമുക്ക് വേണ്ടത്. ഫയർ. ഓക്കെ, ഫയർ ഏകദേശം
ഓക്കെ, ഇവിടെ വെച്ചിട്ട് നമുക്കിത് സ്ലൈസ് ചെയ്യണം. സ്ലൈസ് ചെയ്യാനായിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് സ്ലൈസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയിട്ട് കീപ് ദ ലെഫ്റ്റ് സൈഡ്, കീപ് ദ റൈറ്റ് സൈഡ്. എനിക്ക് റൈറ്റ് സൈഡാണ് വേണ്ടത്, ലെഫ്റ്റ് സൈഡ് വേണ്ട. സോ കീപ് ദ റൈറ്റ് സൈഡ്. ഓക്കെ, ഓക്കെ, ഇപ്പം വീഡിയോ ഫയൽ സ്റ്റാർട്ടാവുന്നതാണ് തുടങ്ങുന്നത്. കുറച്ച് മുമ്പ് കുറച്ച് ബ്ലാക്ക് പോർഷൻ ഉണ്ടായിരുന്നു, അപ്പോൾ നമ്മൾ അതാണ് കട്ട് ചെയ്ത് മാറ്റിയത്. ഓക്കെ, അപ്പോൾ എനിക്ക് വീഡിയോ ഫുള്ളായിട്ട് വേണം. അപ്പോൾ എനിക്ക് ഈ സൈക്കോ ഗെയിമർ എന്നുള്ള ഈ ട്രാക്ക് അല്ലെങ്കിൽ ഈ ഇമേജ് നമുക്ക് അതിൻ്റെ ടൈമും വീഡിയോ ടൈമും ഏകദേശം ഒരുപോലെ ആക്കാം. ഓക്കെ, ഇപ്പോൾ ഫുൾ വീഡിയോയുടെ അതേ ടൈമിൽ തന്നെ വന്നിട്ടുണ്ട്. ഓക്കെ, ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ഓക്കെ, നമുക്കിത് ഈ വീഡിയോ ആണ് നമുക്കിനി റെൻഡർ ചെയ്തെടുക്കേണ്ടത്. അപ്പം റെൻഡറിങ് ഓപ്ഷൻ ഓപ്പൺ ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുത്ത് എവിടെയാണോ റെൻഡർ ചെയ്തെടുക്കേണ്ടത് അതിൻ്റെ ബ്രൗസ് ചെയ്ത് അതിൻ്റെ ഫോൾഡർ പാത്ത് കൊടുക്കുക. എന്നിട്ട് എങ്ങനെയാണോ ഏത് ഫോർമാറ്റിലാണോ റെൻഡർ ചെയ്തത് അത് നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, അപ്പോൾ ഞാൻ ഓൾറെഡി റെൻഡർ ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഞാനത് ചെയ്യുന്നില്ല. സോ റെൻഡർ ചെയ്ത വീഡിയോ നമുക്കൊന്ന് കാണാം. ഞാൻ ലോഗോ വീഡിയോ എന്നിട്ടേക്കുന്ന ഈ വീഡിയോ ആണ് ഞാൻ ആക്ച്വലി റെൻഡർ ചെയ്തെടുത്തത്. സോ ഒന്ന് പ്ലേ ചെയ്യാം. ഓക്കെ, നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ്. അപ്പോൾ ഇനി ഈ വീഡിയോ കൊണ്ട് നമുക്ക് ഒരു വീഡിയോയുടെ അകത്ത് മറ്റൊരു വീഡിയോയുടെ അകത്ത് കൊണ്ടുവരികയും അതിനെ സ്കെയിൽ ചെയ്ത് ലോഗോയുടെ സ്ഥാനത്ത് കൊണ്ടുവരികയും ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫ്രെയിമിൽ പോകാം. സിറ്റി എന്ന് പറയുന്നൊരു വീഡിയോ ആണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, ഓക്കെ, ലോഗോ വീഡിയോനെ സെലക്ട് ചെയ്യുക. ഓക്കെ, ലോഗോ വീഡിയോ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടത് ഇതിനെ ക്രോമാക്കി ഉപയോഗിച്ച് ഇതിൻ്റെ ഗ്രീൻ പോർഷൻ നമുക്ക് ഇറേസ് ചെയ്യണം. സോ ക്രോമാക്കി ആഡ് ചെയ്തു. കളർ കീ കളർ എന്ന് പറയുന്ന ഓപ്ഷനിൽ നമുക്കിത് ക്ലിക്ക് ചെയ്യുക. പിക്ക് കളർ സ്ക്രീൻ, ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. അതായത് നമുക്കിതിന്ന് ഗ്രീൻ പിക്ക് ചെയ്ത് കൊടുത്താൽ മതി. സോ ഞാൻ ഗ്രീൻ പിക്ക് ചെയ്ത് കൊടുത്തു, ഓക്കെ കൊടുത്തു. ഓക്കെ, അപ്പം ഓൾമോസ്റ്റ് ഉള്ള ഗ്രീൻ എല്ലാം പോയി. ഇനി കുറച്ച് ഈ ലെറ്ററിനോട് ചേർന്ന് കിടക്കുന്ന ഗ്രീനുണ്ട്, അപ്പോൾ അതൊന്ന് ഇറേസ് ചെയ്യാനായിട്ട് ഫ്യൂസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നമുക്കൊരു പ്രത്യേകം വാല്യൂ കൊടുക്കണം. ഒരു 200 ഞാൻ കൊടുക്കുന്നത്. ഓക്കെ, ഏകദേശം പോയിട്ടുണ്ട്. ഒരു 300 കൊടുക്കാം. എനിക്കൊന്ന് മാക്സിമം 300 ആണ്, അതിനപ്പുറത്ത് ചെയ്താൽ പ്രോബ്ലം ആവും. ഓക്കെ, 300 കൊടുത്തു. ഏകദേശം പോയിട്ടുണ്ട്. അപ്പോൾ ഇത് ചെറിയൊരു സൈസിൽ ഇവിടെ ലോഗോ ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് ഈ ഗ്രീൻ അത്ര ആരും അങ്ങനെ അത്ര ശ്രദ്ധിക്കാൻ പോകുന്നില്ല. സോ നമുക്കിനി ഇത് സ്കെയിൽ ചെയ്യണം. ട്രാൻസ്ഫോമിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് മാനുവലി നമുക്കിത് സ്കെയിൽ ചെയ്തെടുക്കാം. ഓക്കെ, ഞാനിത് വീഡിയോയുടെ സൈഡിലോട്ട് ഇടുകയാണ് കുറച്ചുകൂടി. ഓക്കെ, സൈഡിലോട്ടിട്ടു. ഒന്ന് പ്ലേ ചെയ്യാം. ഓക്കെ, ഓക്കെ, ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇത് 16 സെക്കൻഡിൽ കൂടുതൽ മാത്രമേ ഉള്ളൂ. അത് 17 സെക്കൻഡിനകത്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്കൊരു 10 മിനിറ്റോ അല്ലെങ്കിൽ 12 മിനിറ്റോ ഒക്കെ ഉള്ളൊരു വീഡിയോയിൽ ഇടുന്നിടത്ത് ഇത് കണ്ടിന്യൂസ് ആയിട്ട് പ്ലേ ചെയ്യണം. അതായത് ഈ ലോഗോ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യേണ്ടി വരും. അതായത്
അടുത്തടുത്തായിട്ട് പേസ്റ്റ് ചെയ്യേണ്ടി വരും 10 മിനിറ്റ് വരെ. അപ്പം അല്ല നിങ്ങൾക്കിത് ജസ്റ്റ് ഒന്ന് ഇടയ്ക്ക്, അതായത് 10 മിനിറ്റുള്ള വീഡിയോയിൽ ഇടയ്ക്ക് എപ്പോഴെങ്കിലും പ്ലേ ചെയ്ത് പോയാൽ മതി എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് കോപ്പി ചെയ്താൽ മതി. അപ്പം ഞാനത് കോപ്പി ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതും കൂടി പറഞ്ഞുതരാം. ഇപ്പം ഈ സിറ്റി വീഡിയോയിൽ ഇതാ ഇവിടം വരെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഈ ലോഗോ വീഡിയോ ഇല്ല. ഓക്കെ, ഞാനൊന്ന് പ്ലേ ചെയ്യാം. അതെ, പിന്നെ ലോഗോ ഇല്ല. അപ്പോൾ എനിക്കൊരു 30 സെക്കൻഡ് ആകുമ്പോഴത്തേക്കും എനിക്ക് ലോഗോ വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ 30 സെക്കൻഡ് കൊടുക്കുന്നു. ഓക്കെ, ജസ്റ്റ് ഇതിനെ ക്ലിക്ക് ചെയ്യുക, ലോഗോ വീഡിയോ ക്ലിക്ക് ചെയ്യുക, കൺട്രോൾ സി ചെയ്യുക, എന്നിട്ട് ഈ ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് കൺട്രോൾ വി ഓക്കെ, ഇതാ വന്നു. 30 സെക്കൻഡിൽ വേണം വരാൻ. അപ്പോൾ നമുക്കൊന്നുകൂടി പ്ലേ ചെയ്യാം. കണ്ടോ, വീണ്ടും ലോഗോ വീഡിയോ വന്നു. അപ്പം ഇത് വേണമെങ്കിൽ നമുക്ക് റിവേഴ്സായിട്ടും ചെയ്യാം. അതായത് ഒന്ന് പൗസ് ചെയ്യാം. ഇനി ഇപ്പം നിങ്ങൾ കണ്ടതുപോലെ ഇതിപ്പം ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലോട്ടാണ് ഫയർ പോകുന്നത്. കണ്ടോ, നമുക്കിത് തിരിച്ച് ചെയ്യാൻ പറ്റും. തിരിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ടൈം എടുക്കുക, നോർമൽ എടുക്കുക, ബാക്ക്വേർഡ് എടുക്കുക, 1x. ഓക്കെ, ഇതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നിടത്ത് ടൈം എന്ന് പറയുന്ന ഓപ്ഷൻ കിട്ടും. അത് നേരെ നോർമൽ പോവുക, ബാക്ക്വേർഡ് എടുക്കുക, 1x ചെയ്തു. ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. കണ്ടോ, ഫയർ തിരിച്ചു പോകുന്നു. അതായത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് പോകുന്നതായിട്ട്. ആക്ച്വലി ഫയർ എന്ന് പറയുന്ന ആ വീഡിയോ റിവേഴ്സ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം സക്സസ്ഫുള്ളായിട്ട് നമ്മുടെ ലോഗോയുടെ സ്ഥാനത്ത് വീഡിയോ വന്നിട്ടുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. സോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഡിസ്ലൈക്കും ഞാൻ വീഡിയോന് കിട്ടുന്നൊരു പ്രചോദനമായിട്ട് തന്നെ കണക്കാക്കും. സോ ഐ റെസ്പെക്റ്റ് യുവർ ഡിസ്ലൈക്ക് ഓൾസോ. സോ അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി. സ്റ്റേ സേഫ്, ബി ഹാപ്പി.